പുനർജനി ഫണ്ട് സ്വരൂപണത്തിൽ അവിശുദ്ധ ബന്ധവും ഗൂഢാലോചനയും സംശയിക്കുകയാണ് വിജിലൻസ്. പ്രതിപക്ഷ നേതാവ് പണം പിരിക്കാനായി UK പോയതിലാണ് വിജിലൻസ് ദുരൂഹത സംശയിക്കുന്നത്. പുനർജനിക്കായി പണം പിരിച്ചതും കേരളത്തിലേക്ക് ആ പണം അയച്ചതും കൃത്യമായ ചട്ടലംഘനം എന്നാണ് വിജിലൻസിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവിന്റെ വിദേശയാത്രയുടെ ചെലവ് പൂർണ്ണമായും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുനർജനി കേസ് വീണ്ടും സജീവമായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിർത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്ന റിപ്പോർട്ടിലേക്ക് എത്താം. അനന്തൻ, ഇപ്പോൾ പുനർജനി കേസ് വീണ്ടും സജീവമായി നിൽക്കുന്നു അല്ലെങ്കിൽ നിർത്തുന്നു എന്ന നിലയിൽ നമുക്ക് കാണേണ്ടി വരില്ല. ഇപ്പോൾ ഒരു MLA അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി വിദേശത്തേക്ക് പോയി പിരിവെടുത്ത് വീട് വയ്ക്കാൻ തീരുമാനിക്കുന്നു. അതിൽ ഒരു ഉദ്ദേശശുദ്ധിയെ നമ്മൾ സംശയിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതേസമയം ചട്ടലംഘനം ഉണ്ടാണ്ട് യാത്രാ കാര്യത്തിൽ ചില ചട്ടലംഘനം, അല്ലെങ്കിൽ അങ്ങനെയല്ല, സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇടപെട്ടു എന്ന സാങ്കേതികമായ കാര്യങ്ങൾ അത് വിശദീകരിക്കപ്പെടുന്നുമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള ഗൗരവത്തിലേക്ക് ഈ കേസ് എത്തുന്നുണ്ടോ? കേസിന് കുറെ കൂടി ഗൗരവം കൈവരുന്നുണ്ടോ? തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് സതീശിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നൊരു ആയുധമായി മാറാനുള്ള സാധ്യതയും മെറിറ്റും ആ വിഷയത്തിനുണ്ടോ? കുറച്ചുകൂടെ ഗൗരവം കൈവരികയാണ്. ഈ റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ MLAയുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് വിജിലൻസ്. അവിടെ വിജിലൻസ് പറയുന്നത്, റിപ്പോർട്ടിൽ പറയുന്നത്, ഈ യാത്രയ്ക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുമുണ്ടോ എന്നുള്ളതാണ്. രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം മണ്ഡലത്തിലെ പ്രളയബാധിതരെ സഹായിക്കാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നുവെങ്കിൽ, അതിനുവേണ്ടി ഫണ്ട് പിരിക്കാൻ ഉള്ള യാത്രയായിരുന്നുവെങ്കിൽ VD സതീശൻ അത് കൃത്യമായി കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ ബോധ്യപ്പെടുത്തി അതിനുവേണ്ടിയുള്ള ഒരു വേദിയിലേക്ക് പോകാമായിരുന്നു. പക്ഷേ വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് VD സതീശൻ യാത്ര ചെയ്തിരിക്കുന്നത്, ആ യാത്രാ രീതി, അതുപോലെ തന്നെ അവിടെ നിന്ന് പങ്കെടുത്ത ചടങ്ങ്, അവിടെ നിന്ന് ഫണ്ട് പിരിച്ച രീതി, ഫണ്ട് വന്ന രീതി, ഇതിനെയൊക്കെയാണ് സംശയനിഴലിലാക്കിയിരിക്കുന്നത് വിജിലൻസ്. അതിൽ VD സതീശൻ വിദേശത്തേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയത് സ്വകാര്യ സന്ദർശനത്തിനാണ്. VD സതീശൻ പോകുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ ഫുൾ ചെലവിലാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒരു ഒമാൻ എയർവേസിൻ്റെ കോംപ്ലിമെൻ്ററി ടിക്കറ്റാണ് മണപ്പാട്ട് ഫൗണ്ടേഷനാണ് VD സതീശന് നൽകുന്നത്. കോംപ്ലിമെൻ്ററി ടിക്കറ്റ് കിട്ടിയാൽ സ്വാഭാവികമായി അതിന് ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് അടച്ചിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ഉടമയായ ചെയർമാനായ അമീർ അഹമ്മദ് ആണെന്ന് അയാൾ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല UK ചെന്നതിന് ശേഷം അവിടുത്തെ താമസം, യാത്ര, മറ്റു ചിലവുകളെല്ലാം താനാണ് വഹിച്ചതെന്നും അമീർ അഹമ്മദ് മൊഴി നൽകിയിട്ടുണ്ടെന്ന് വിജിലൻസ് പറയുന്നു. അപ്പോൾ ആ യാത്ര പൂർണ്ണമായും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ചെലവിലായിരുന്നു. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ XY ഒരു പുതിയ ഒരു NGO വീട് വെച്ച് നൽകാൻ ഇടപെടുന്നു. അത് പുതുമയുള്ള കാര്യമല്ല. ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള അഴിമതി ഉണ്ട് എന്ന കണ്ടെത്തൽ വിജിലൻസിനുണ്ടോ? അതോ ഈ യാത്രയിലെ ചട്ടലംഘനം മാത്രമാണ്? അതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം നൽകുന്നത്. മാത്രമല്ല 1,22 ലക്ഷം രൂപ 1,22 ലക്ഷം രൂപയാണ് ആകെ പിരിച്ചിരിക്കുന്നത്. അത് വലിയൊരു തുകയാണ്. വീട് വെക്കുന്ന കാര്യത്തിൽ വലിയൊരു തുകയാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. 5-10 വീട് വെച്ച് കൊടുക്കാൻ കഴിയുന്നൊരു, സമാഹരിക്കാൻ കഴിയുന്ന തുകയുമാണ്. അപ്പോൾ ഇത് സാങ്കേതികമായ പ്രശ്നമാണോ, അതിനപ്പുറത്തേക്ക് ഗൗരവമുള്ള അഴിമതി എന്ന നിലയിൽ കാണുന്നുണ്ടോ വിജിലൻസ്? ഈ യാത്ര ചെയ്തത് സാങ്കേതികമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഫണ്ട് വരുന്നത് സംബന്ധിച്ച് സാങ്കേതികമായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. പക്ഷേ അതിനകത്ത് ഒരു അഴിമതിക്ക് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അല്ലെങ്കിൽ അത്തരമൊരു സംശയത്തിൽ VD സതീശനെ നിർത്തുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പുനർജനി ഫൗണ്ടേഷന് വേണമെങ്കിൽ അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു, ബാങ്ക് അക്കൗണ്ട്. പക്ഷേ വിജിലൻസ് പറയുന്നത് പുനർജനി പദ്ധതിക്ക് വേണ്ടി മണപ്പാട്ട് ഫൗണ്ടേഷൻ പ്രത്യേകമായ ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെ തുറന്നു. അതിലേക്ക് മറ്റൊരു NGO, ഈ UK-യിലുള്ളൊരു NGO അവിടെ ഫണ്ട് പിരിവ് നടത്തിയ ശേഷം ഒരു MOUയും ഒരു ധാരണാപത്രവും ഒപ്പിടാതെ, അല്ലെങ്കിൽ ഒരു കരാറുമില്ലാതെ പണം കൈമാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പണം കൈമാറിയതിന് ആധികാരികമായ ഒരു രേഖയില്ലാതെ പോവുകയാണ്. അങ്ങനെ എത്ര പണം പിരിച്ചു, അല്ലെങ്കിൽ എത്ര പണമാണ് ഇവർക്ക് കൈമാറേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ധാരണാപത്രം ഇല്ലാതെ പോകുമ്പോൾ അത് അഴിമതിക്കുള്ള ഒരു വട്ടമൊരുക്കലായിരുന്നു എന്നുള്ളൊരു സംശയമാണ് പറ്റിയതായും കണ്ടെത്തുന്നില്ല. VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നത് അതാണ് സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നത്. VD സതീശൻ്റെ അക്കൗണ്ടിലേക്കോ പുനർജനിയുടെ പേരിലുള്ള ഒരു അക്കൗണ്ടിലേക്കോ അല്ല, മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു NGO ഉണ്ടായിരിക്കുന്നു. ആ NGOയുടെ അക്കൗണ്ടിലേക്ക്, അതിന് പ്രത്യേകമായി, മണപ്പാട്ട് ഫൗണ്ടേഷന് വേറെ അക്കൗണ്ടുകൾ ഉണ്ടാകാം, പക്ഷേ പുനർജനിക്ക് വേണ്ടി പ്രത്യേകമായ അക്കൗണ്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നതിൽ ദുരൂഹതയായിട്ട് അവർ പറയുന്നത്. മാത്രമല്ല അതിനകത്ത് പണമിടപാട് സംബന്ധിച്ച് FCRയുടെ ചട്ടലംഘനം ഉണ്ട് എന്ന് വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിജിലൻസ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് VD സതീശൻ്റെ ചില പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ സഭയിലും ഒക്കെ പറഞ്ഞു, അതിലും ചില വൈരുദ്ധ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം സഭയിൽ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്തോ സെമിനാറിന് പോയി എന്നുള്ളതാണ്. സെമിനാർ മറ്റോ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. മറ്റൊരു ദൃശ്യത്തിൽ പറയുന്നത്, താൻ ഒരു പ്രതികരണത്തിൽ പറയുന്നത്, താൻ തിരുവനന്തപുരത്തുള്ളൊരു സ്ത്രീ
അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ വേണ്ടി ഫണ്ട് പിരിവ് നടത്തി ഞാനവിടെ പോയി സംസാരിച്ചു എന്നുള്ളതാണ്. മറ്റൊരു അവിടെ നടന്നൊരു വീഡിയോയിൽ വി.ഡി. സതീശൻ പറയുന്നു തൻ്റെ മണ്ഡലത്തിലെ സഹായിക്കാൻ വേണ്ടി പണം വേണം എന്നുള്ളത് പറയുന്നു. അപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചടങ്ങിലേക്ക് തന്നെയാണ് വി.ഡി. സതീശൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ മുഴുവൻ കൈകാര്യം ചെയ്തു, ആ സംവിധാനങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഒരുക്കിയത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് വിജിലൻസ് പറയുന്നത് ഒരു ദുരൂഹതയും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായി, ഒരു വിഷയമായി വരികയാണ്. അപ്പോൾ മാറ്റിവെച്ച് മുന്നോട്ട് പോകാം എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ ഒരു തടസ്സമായി മുന്നിൽ നിൽക്കുന്നു. അതെ, അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറും എന്നുള്ള കാര്യത്തിൽ അത് മാത്രമല്ല, വാർത്ത ഓരോ ദിവസവും ഓരോരോ ഭാഗങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനി അത് ഒടുവിൽ വന്ന് 11 മാസം അടയിരുന്ന ഫയൽ ഇനി നേരെ CBI പോകുമോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അങ്ങനെ സംഭവിക്കാം. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിലെ ദിവസങ്ങൾ വളരെ സജീവമായിരുന്നു. അതെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണൽ കഴിഞ്ഞു, ആ വിഷയം അവിടെ കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് ഹൈക്കോടതിയിൽ സജീവത ഇല്ലാതായി. അന്വേഷണം സജീവമാവാത്തത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇനി അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതുവരെ വാദം കേട്ടിട്ടില്ല. ആ മുൻകൂർ ജാമ്യാപേക്ഷ അവിടെ നിൽക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ ഞാൻ ആ കമന്റ് ചെയ്ത വിഷയത്തിന്റെ ഗ്രാവിറ്റി ചെറുതാണ് എന്ന അർത്ഥത്തിലല്ല, അല്ല, അതിനകത്ത് പോലീസ് അന്വേഷണം എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ കോടതിയുടെ ഇമ്മ്യൂണിറ്റിയിൽ നിൽക്കുകയാണ്. അതിനകത്ത് ഗ്രാവിറ്റി ഒട്ടും കുറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ രാഷ്ട്രീയമായി ആ ചർച്ചകൾ അല്പം പിന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുതിയ പുതിയ കേസുകൾ, നിയമപരമായി സാധ്യതയുള്ള വിഷയങ്ങളൊക്കെ വളരെ സജീവമായിരിക്കും. അത്തരത്തിലൊന്നായി പുനർജനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും മിനിമം മുന്നോട്ട് പോകും. അത് CBI അന്വേഷണത്തിലേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തത ഉണ്ടാകേണ്ടത്. ഏതായാലും തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ്. ഈ വിഷയത്തിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് ആ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. പുനർജനി അക്കൗണ്ട് തുടങ്ങിയത് മണപ്പാട്ടിന്റെ ഫൗണ്ടേഷന്റെ പ്രധാനപ്പെട്ട അക്കൗണ്ടുമായി കൂടിക്കലരാതിരിക്കാൻ വേണ്ടിയാണ് എന്നതാണ് വിശദീകരണം. ഞങ്ങളുടെ മെയിൻ അക്കൗണ്ടുമായിട്ട് കൂട്ടിക്കുഴക്കാതിരിക്കാൻ വേണ്ടി പുനർജനി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കണക്കുകളും വളരെ സുതാര്യമാണ്. അത് കൊടുത്തിട്ടുണ്ട്, വിജിലൻസിനും കൊടുത്തിട്ടുണ്ട്, ആർക്കും വേണം കൊടുക്കാനും തയ്യാറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നത് 100% ഇനിയൊരു വിജിലൻസ് എൻക്വയറി, ഒരു CBI എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഐ ആം റെഡി ടു ഫേസ് ഇറ്റ്. നമുക്കൊന്നും ഒളിക്കാനൊന്നുമില്ല.